ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയെ ഉപദേശിക്കുകയാണ് അരുന്ധതി വല്യമ്മ അവിടെ ഇരുന്ന്. വല്യമ്മയുടെ ജീവനെ കരുതിയാണ് ഞാൻ ഇവൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതെന്നും യാതൊരു നീതി കർമ്മവും ഇവരുടെ പക്ഷത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. അപ്പം പിങ്കി ഗൗതത്തെ നോക്കുക. ഇനി ഒരു തവണ കൂടി ചെയ്ത തെറ്റുകൾ ആവർത്തിച്ചാൽ ആര് പറഞ്ഞാലും ഞാനത് കേട്ടെന്ന് വരില്ലെന്നും എനിക്ക് വലുത് നന്ദയും എൻ്റെ മകനും അടങ്ങുന്ന എൻ്റെ കുടുംബമാണെന്നും ഗൗതം പിങ്കിയുടെ മുഖത്ത് നോക്കി പറയുവാണ്. പിങ്കി ഇതൊക്കെ കേട്ട് ആ മകനെ തന്നത് എന്നും പറഞ്ഞു പിങ്കി വലിയ ഡയലോഗ് ഇറക്കാൻ നോക്കുമ്പോഴേക്കും മിണ്ടിപ്പോകരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം പിങ്കിയുടെ വായടപ്പിച്ചു. എല്ലാം ഇവിടെ കഴിഞ്ഞു. നന്ദയെ പോലും എതിർത്തുകൊണ്ട് ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി ഇത്തവണ നിന്നു. അതോടെ തീർന്നു സരോഗസിയുടെ നന്ദിയും കടപ്പാടും എല്ലാം. ഇനിയും അതിൻ്റെ വാലിൽ പിടിച്ച് നീ തൂങ്ങാൻ വരരുതെന്ന് പിങ്കിയോട് പറയുവാണ് ഗൗതം. അപ്പോഴേക്കും നമ്മുടെ നന്ദ ബാഗും കുഞ്ഞുമായിട്ട് ഇങ്ങനെ വന്നു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മി പിന്നാലെ ഓടി വരുക. മോളെ അമ്മ പറയുന്നത് കേൾക്കെന്നും പറഞ്ഞ് ലക്ഷ്മി വരുന്നുണ്ടെങ്കിലും നന്ദ കുഞ്ഞും ബാഗുമായിട്ട് വരുന്നത് കണ്ടിവരെല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ഗൗതം എഴുന്നേറ്റ് നന്ദയുടെ വട്ടം നിന്നു. നീ ഇത് എവിടെ പോവാണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നും ഈ വീട്ടിലെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിരുന്നതാണ് ഒന്നല്ല പല തവണയെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഭയങ്കര ശൗര്യത്തോടു കൂടി തന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. ഇനി ഒരിക്കൽ കൂടി ഇവൾ ഈ വീട്ടിൽ കാല് കുത്തിയാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നും ഞാൻ പറഞ്ഞിരുന്നതാണെന്നും നന്ദ ഇങ്ങനെ പറയാം. അപ്പോൾ പിങ്കി അന്തം വിട്ട് നോക്കുക കേട്ടോ. അത് വെറും ഭീഷണിയാണ് എന്ന് നിങ്ങളൊക്കെ കരുതിയെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും തെറ്റി. ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് നന്ദ ഇവരോടെല്ലാവരോടുമായിട്ട് പറയുക കേട്ടോ. അപ്പം ഞങ്ങളോ മനസ്സിലായില്ല. അപ്പം ഞാനും എൻ്റെ മോനും എന്ന അരുന്ധതിയോട് നന്ദ പറയുമ്പോൾ നടന്നത് തന്നെ നീ കുഞ്ഞിനിങ്ങ് തന്നേ എന്നും പറഞ്ഞ അരുന്ധതി ഇല്ല ഇനി ചോദിക്കണ്ട എന്ന് നന്ദ. അപ്പോൾ നമുക്ക് സംസാരിക്കാം നന്ദ എന്ന് അരുന്ധതി പറയുക കേട്ടോ. അപ്പോൾ പറയാനുള്ളത് പറഞ്ഞു, അത് ഞാൻ കേട്ടോളാമെന്ന് പറഞ്ഞു. ആദ്യം നീ കുഞ്ഞിനെ ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ നന്ദമോളെ ഏട്ടത്തി പറയുന്നത് നീ ഒന്ന് കേൾക്കുക, കുഞ്ഞിനെ കൊടുക്ക മോളെ എന്ന് പറഞ്ഞു. കുഞ്ഞിന് അരുന്ധതി അങ്ങ് വാങ്ങിച്ചു. അരുന്ധതി അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പവിത്രേ എന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് മോനെ കൊണ്ടുപോയി തൊട്ടിൽ കിടത്താനായിട്ട് പറഞ്ഞു. അപ്പോൾ പവിത്ര കുഞ്ഞിനെ കൊണ്ടുപോയി തൊട്ടിൽ കിടത്താൻ നോക്കുന്നു. നന്ദ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അരുന്ധതി നന്ദയുടെ അടുത്തേക്ക് ചെന്നു. പവിത്രയാണെങ്കിൽ കുഞ്ഞുമായിട്ട് മുറിയിലേക്ക് പോകുന്നത് എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് പിങ്കിയെ. ഈ സമയത്ത് എൻ്റെ ഈശ്വര എന്തൊക്കെ കാണണം കേൾക്കണമെന്നും പറഞ്ഞ അരുന്ധതി. പിങ്കി അന്നേരം ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. ഈ സമയം എൻ്റെ കുഞ്ഞിനെ പിടിച്ചെടുത്ത് വെക്കാമെന്നുള്ള വ്യാമോഹമൊന്നും ഇവിടെ ആർക്കും ഇല്ല എന്ന് കരുതുന്നു. ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചത് തന്നെയാണെന്നും എൻ്റെ മോനെയോ എന്നെയോ ഇനി ഈ വീട്ടിൽ ആരും കാണില്ല എന്ന് നന്ദ തറപ്പിച്ച് വീണ്ടും പറയുക. അപ്പം നിൻ്റെ ഈ സംസാരം നീ നിർത്തുന്നുണ്ടോ? ഏതു നേരവും മറ്റുള്ളവരോട് യുദ്ധം ചെയ്തിട്ട് നീ ഒന്നും നേടാൻ പോകുന്നില്ലെന്ന് അരുന്ധതി. ഇനി ഇവിടെ ആര് പറയുന്നത് കേൾക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നന്ദ അന്നേരം വല്യമ്മയോട് പറഞ്ഞു. വല്യമ്മ പറയുന്നത് പോലും ഞാൻ കേൾക്കില്ല എന്ന് നന്ദ അടിവരയിട്ട് അരുന്ധതിയോടും പറയുക. അത് കേട്ടപ്പോൾ നന്ദ നീ ആരോടാ സംസാരിക്കുന്നത് നീ മറക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയോട് പറയുമ്പോൾ നിങ്ങളാണ് മറന്നതെന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു. അപ്പം എന്താ വിട്ട് നിൽക്കുക. സ്വന്തം കുഞ്ഞും ഭാര്യയും അല്ലെങ്കിൽ കുഞ്ഞുമാണ് മറുഭാഗത്ത് നിൽക്കുന്നതെന്ന് നിങ്ങളല്ലേ മറന്നു പോയതെന്ന് ചോദിച്ചു. അത് മറന്നതുകൊണ്ടാ ഈ നാശം പിടിച്ചവളെയും കൊണ്ട് വീണ്ടും ഈ പടി നിങ്ങൾ കയറിയത് എന്ന് നന്ദ ഗൗതത്തിനോട് പറയുമ്പോൾ നന്ദ എന്നും പറഞ്ഞു പിങ്കി ഒരു വിളി. എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ പിണങ്ങരുതെന്നും പിന്നെ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് സത്യവാ, ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ലെന്നും പിങ്കി പറയുവാണ്. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടാ എന്ന് പിങ്കി പറയുമ്പം വിശ്വസിക്കണമല്ലേ? നീ പറയുന്നത് വിശ്വസിക്കണമെങ്കിലേ ഇനി ഒരു 7 ജന്മം ഞാൻ കഴുതിയായിട്ട് ജനിക്കട്ടെ, അതിനുശേഷമാകാം എന്ന് നന്ദ പിങ്കിയോട് ഇതായിട്ട് പറയുക. ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ന്യായം മുഴുവൻ നന്ദയുടെ ഭാഗത്താണല്ലോ. ബോൺ ക്രിമിനലാണ് നീ എന്ന് നന്ദ പിങ്കിയുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയുന്നതും കേട്ടെല്ലാവരും നിൽക്കുക. എനിക്കത് മനസ്സിലായി. IPS എന്ന പൊൻതൂവൽ തലയിലണിഞ്ഞ് നടക്കുന്ന എൻ്റെ ഭർത്താവിന് പോലും അത് മനസ്സിലായിട്ടില്ല എന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു. അപ്പോൾ ഗൗതം വായും തുറന്നിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നന്ദയുടെ അരികിലേക്ക് ചെന്നിട്ട് നന്ദ പ്ലീസ് മോനെയും കൊണ്ട് നീ വീട് വിട്ടു പോകരുത്, ഞാൻ നിന്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞു പിങ്കി ചെല്ലുമ്പോൾ വേണ്ട, നിന്റെ ഒരു നാടകവും ഇനി എൻ്റെ അടുത്ത് ചിലവാകുമെന്ന് നീ നോക്കണ്ട എന്ന് നന്ദ പിങ്കിയോട് പറഞ്ഞു. എൻ്റെ കയ്യകലത്ത് നിന്ന് നീ മാറി നിന്നില്ലെങ്കിൽ നിന്റെ ചെകിട്ടത്ത് അടിക്കാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ നന്ദ അവിടെ നിന്ന് പറയുക കേട്ടോ. നിങ്ങളാരും ഇവളെ ന്യായീകരിച്ച് എൻ്റെ മുന്നിൽ വരികയും ചെയ്യരുതെന്നും പറഞ്ഞു. എൻ്റെ റിക്വസ്റ്റ് ആണെന്നും. ഞങ്ങൾ ആരും പിങ്കിയെ ന്യായീകരിക്കുന്നില്ലല്ലോ, ഇവള് തെറ്റ് തന്നെയാണ് ചെയ്തത്, അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് അരുന്ധതി.
നിന്റെ മുറിയിലേക്ക് പോകുന്നെന്താ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ വീണ്ടും നന്ദയോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഗൗതം ഇങ്ങനെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പം നന്ദമോളെ നമുക്കൊരു തീരുമാനം എടുക്കാം, നീ മുറിയിലേക്ക് ഒന്ന് ചെല്ല എന്നും പറഞ്ഞ ലക്ഷ്മി. അപ്പം ആരുടെ മുറിയിലേക്ക്? ഈ വീട്ടിൽ എനിക്ക് മാത്രമായിട്ട് ഒരു മുറി ഇല്ലെന്നും ഗൗതം മഹേശ്വരൻ്റെ ഭാര്യയ്ക്കാണ് ഇന്ത്യവരംകാർ മുറി അനുവദിച്ചത് അല്ലേന്ന് ചോദിച്ചു. ആ തസ്തികയിൽ തുടരാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല എന്ന് നന്ദ ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. അത് കേട്ടപ്പോൾ തമ്പുരാനെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. ഇന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ എൻ്റെ കുഞ്ഞിനെയും പുല്ലുവില കൽപ്പിച്ച് പുറം തള്ളാൻ ഇയാൾക്ക് ഒരു മടിയും ഇല്ല എന്ന്, ഈ നിൽക്കുന്നവൾക്ക് വേണ്ടിയെന്നും നന്ദ തുറന്നങ്ങ് പറഞ്ഞു. പിങ്കി അവിടെ നിന്നും കള്ളക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് നിൽക്കുക. എനിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ മോനെ കരുതി എങ്ങനെ നിന്ന് ക്ഷമിക്കുന്നുണ്ടാ എന്ന് മോഹിനി. ഇല്ലെങ്കിൽ ഈ പ്രശ്നം എവിടെയും തീരില്ല എന്ന് മോഹിനി പറയുക. അത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് നന്ദ. നാളെ നിൻ്റെ മകനെ നിനക്ക് നന്നായി വളർത്തണമെങ്കിൽ ഗൗതം കൂടിയല്ലേ പറ്റൂ. എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് ഒറ്റയ്ക്കാ, ഒരു കുറവുമില്ലാതെ എൻ്റെ മകനെയും എനിക്കും വളർത്താൻ പറ്റുമെന്നും തനിച്ച് വളർത്തുമെന്നും ഗൗതത്തിനെ വെല്ലുവിളിക്കുക കേട്ടോ നന്ദ. അത് കേട്ടപ്പോൾ മോളെ ഞാൻ നിൻ്റെ കാല് പിടിക്കാമെന്ന് പറയുമ്പോൾ വല്യമ്മേ മതി എന്നും പറഞ്ഞ് ഗൗതം വലിയ ഡയലോഗ് ഇറക്കുന്നു. എല്ലാവരും ഇവളോട് യാചിച്ചതും കാല് പിടിച്ചതും ഒക്കെ മതിയെന്ന് ഗൗതം അങ്ങ് പറയുന്നു. ഇവൾ ഒരിക്കലും ഈ കുടുംബത്തെ സ്നേഹിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഒരു ചെറിയ കാര്യം കിട്ടിയാലേ അപ്പം ഇറങ്ങിപ്പോകും, എത്രാമത്തെ തവണയായതെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നന്ദയെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. ഒരു കാര്യം നീ ഓർത്തോ നന്ദ, എൻ്റെ കുടുംബം ഒന്നാകെ നിന്റെ കാല് പിടിക്കുമെന്ന് കരുതി ഒരു ഷോ ഓഫും വേണ്ടാന്ന് ഗൗതം പറഞ്ഞപ്പം ഇത് നിങ്ങളുടെ കുടുംബം, അപ്പം ഞാനും എൻ്റെ മോനും ആരാ, ഔട്ട്സൈഡേഴ്സ് ആണല്ലേ എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിച്ചു. നന്ദിയുണ്ട്, ഞങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ടെന്ന് ഗൗതത്തിനോട് പറയുമോ നന്ദ. അപ്പോഴും ലക്ഷ്മി മോളെ നിർത്ത്, ഇങ്ങനെയൊന്നും വേണ്ട, ഗൗതമോൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ലെന്ന് പറയുമ്പോൾ ഇല്ലമ്മേ, ഞാൻ ഇത് തീരുമാനിച്ച് ഉറപ്പിച്ചതാ, ഇനി പിരിയാം, അതാ നല്ലത്, ഇനി ഒരുമിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നന്ദ പറഞ്ഞു. അപ്പം നന്ദമോളെ പിരിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ ഇല്ലാതാവൂന്ന് ചോദിച്ചു ലക്ഷ്മി. എത്ര തവണ ഈ പിരിയുന്ന വേദന നിങ്ങൾ അനുഭവിച്ചല്ലേ ചോദിച്ചപ്പം ഇത്തവണ ഞാൻ തീരുമാനം എടുക്കുന്നതേ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണെന്ന് നന്ദ തറപ്പിച്ചങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആർക്കും നന്ദയോടൊന്നും പറയാനില്ല. അമ്മമാർക്കാ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് തീരുമാനം എടുക്കാനുള്ള അവകാശമെന്ന് പറഞ്ഞപ്പോൾ നീ അമ്മയാണെങ്കിൽ ഞാനാ അച്ഛൻ, എനിക്കും അവകാശമുണ്ടടി, എൻ്റെ കുഞ്ഞ് എവിടെ എങ്ങനെ വളരണമെന്നുള്ളത് എന്നിങ്ങനെ ഈ ഗൗതം പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനെ നിങ്ങളിനി തൊടില്ല എന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു. അത് തീരുമാനിച്ച് കഴിഞ്ഞതാ ഞാനെന്നും നന്ദ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇവളെ കൈ പിടിച്ച് റോട്ടിൽ ഇറക്കി വിടണം, പറ്റുമോ നിങ്ങൾക്ക്? അപ്പം നന്ദേ എന്ന് പറഞ്ഞ് വിളിച്ചു ലക്ഷ്മി. നന്ദ പിങ്കി അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു, ലോക്കപ്പിൽ കിടന്നു. അപ്പം അതോടെ തീർന്നല്ല, എല്ലാം തീർന്നോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ കൂടുതൽ താല്പര്യമെന്ന് നന്ദ നേരം ഗൗതത്തിനോട് ചോദിച്ചു. എനിക്ക് ഈ വീട് എൻ്റെ കുടുംബം തന്നെയാണെന്നും ഈ വീട്ടിലുള്ള ഒരാളെയും ശിക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും രക്ഷിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ എന്നും പറഞ്ഞു. ഈ സർപ്പത്തെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ അർത്ഥം ഞാൻ പോകണമെന്നുള്ളത് തന്നെയല്ലേന്ന് നന്ദ അന്നേരം ചോദിച്ചു. നിന്നോട് വാദിച്ച് ജയിക്കാൻ എനിക്ക് പറ്റില്ലെന്നും ഈ വീട്ടിൽ ആർക്കും പറ്റില്ല എന്ന് ഗൗതം പറയാം. പോകാൻ തീരുമാനിച്ചാലേ നിന്നെ തടയാനും പറ്റില്ല എന്ന് നന്ദയോട് ഗൗതം. കാരണം അഹങ്കാരവും തൻ്റെടും വലിയ അലങ്കാരമാക്കി നിന്നെ വളർത്തിയ നിന്റെ അച്ഛൻ തന്നെ നിന്നെ വഷളാക്കിയെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അന്നേരം നിന്നെപ്പോലെ ഒരു നാശത്തിന് എൻ്റെ തലയിൽ കെട്ടിവെച്ചത് നിന്റെ അച്ഛനായതുകൊണ്ടാണെന്ന് ഗൗതം നന്ദയുടെ മുഖത്ത് നോക്കി പറയുന്നു. ഇതൊക്കെ കണ്ട് പിങ്കി ഉള്ളിൽ ചിരിക്കുക, പുറമെ കരഞ്ഞിട്ട്. അന്ന് തൊട്ട് തുടങ്ങിയതാ എൻ്റെ ജീവിതത്തിലെ സ്വസ്ഥതയില്ലായ്മ എന്ന് പറഞ്ഞു. ശരിയാ, എൻ്റെ അച്ഛൻ നിങ്ങളുടെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുന്ന സമയമുണ്ടല്ലോ, എൻ്റെ അച്ഛൻ നന്നൊരു ഭാരമാണ്, ഞാനത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നന്ദ പറയുമ്പോൾ താങ്ക് യു സോ മച്ച് എന്ന് ഗൗതം നന്ദയോട്. ഇത്രയും നന്നായിട്ട് എന്നെ നീ മനസ്സിലാക്കിയതിനെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം പല രീതിയിലും നന്ദയോട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. നന്ദ ഇതൊക്കെ കേട്ട് വല്ലാണ്ടായിട്ട് നിൽക്കുക. ഇത്രയും കാലം നിന്റെ തന്നിഷ്ടവും അഹങ്കാരവും ഞാൻ ചുമന്നു, നീ കാണിച്ച അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടാടി എൻ്റെ അർജുൻ്റെ മൃതദേഹം ചുമക്കേണ്ട അവസ്ഥ എനിക്ക് വന്നത് എന്നും പറഞ്ഞ് പറയൂ കേട്ടോ. അവിടെയും ചതി എങ്ങനെയായിരുന്നു എന്നുള്ളത് പിങ്കിക്കറിയാം. പിങ്കി എന്നിട്ട് കമാവുന്നൊരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുമ്പോൾ ഗൗതം നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചു കേട്ടോ. നോക്ക്,
വാക്കുകൾ വാവിട്ട് കഴിഞ്ഞാൽ നീ തന്നെയായിരിക്കും പിന്നെ ദുഃഖിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. അപ്പം തടയണ്ട അമ്മയെന്ന് നന്ദ പറഞ്ഞു. ഉള്ളിൽ കിടക്കുന്ന വിഷമൊക്കെ പുറത്തേക്ക് വരട്ടെ എന്നും നന്ദ പറയുക കേട്ടോ. സ്നേഹം എത്രയൊക്കെ അഭിനയിച്ചാലും ഉള്ളിൽ ചുമന്നിരിക്കുന്നത് എത്ര വലിയ വെറുപ്പാണെന്ന് ഞാനും ഒന്ന് അറിയട്ടെ എന്ന് നന്ദ പറയുക. അതൊക്കെ കേട്ടപ്പം അവൻ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാ മോളെ എന്ന് അരുന്ധതി. അപ്പോൾ അല്ല വല്യമ്മേ, ഇതാണ് ഇയാളുടെ ഉള്ളിതാണ്, വിഷപ്പുറ്റാണ് ഇയാളെന്ന് നമ്മുടെ നന്ദ എന്നേരം പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇയാൾ കാരണമാണ് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടതെന്നും നന്ദ തിരിച്ചു അങ്ങ് പറഞ്ഞു. എൻ്റെ മകനെ കൂടി എനിക്ക് നഷ്ടപ്പെടുത്താനാ ഇയാൾ ശ്രമിക്കുന്നതെന്ന് നന്ദ ഗൗതത്തിൻ്റെ ഇതിലങ്ങ് പറഞ്ഞു. ഈ നശിച്ചവളെ സംരക്ഷിച്ചു കൊണ്ടാണെന്ന് പറയുമ്പോൾ പിങ്കി നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം മതി നന്ദയെ പറഞ്ഞത്. നേരെ എത്രയായി? ഗൗതം നിന്റെ ചെകിട്ടത്തൊന്ന് തന്നിരുന്നെങ്കിൽ നേരത്തെ നിർത്തിയാനിന്ന് മോഹിനി. അപ്പം എൻ്റെ ദേഹത്തൊന്ന് തൊട്ടാൽ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എന്ന് നന്ദ തറപ്പിച്ച് പറയാം. നന്ദ പറയുന്നതൊക്കെ കേട്ട് എല്ലാവരും വാവിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഇവൾക്കെതിരെ മാത്രമല്ല, എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ ആരെതിർത്ത് നിന്നാലും അവർക്കെതിരെ പരാതി കൊടുക്കാൻ ഒരു മടിയും ഇല്ല എനിക്കെന്ന് നന്ദ ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കാം. ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പോവുകയാണെന്നും ഒരാളും എന്നെ തടയരുതെന്നും നന്ദ ഭയങ്കര ശൗര്യത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നേ. ലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നു. അതുപോലെ നന്ദയെന്ന് വിളിച്ച അരുന്ധതിയും. അങ്ങനെ നന്ദ കുഞ്ഞിനെ എടുക്കാനായിട്ട് പോണു. എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ച് നിൽക്കുക. പവിത്രയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ മേടിച്ചു. ഏട്ടത്തിയെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ, നന്ദേച്ചിയെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് പോകണമെന്നും പറഞ്ഞ് പവിത്രയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു. അങ്ങനെ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങ് വരിക. എന്നിട്ട് യാത്ര പറയാതെ പോകുന്നത് മര്യാദക്കേടായതുകൊണ്ട് പറയാൻ ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു. പിങ്കിക്ക് കൊച്ചു പോകുമെന്നുള്ളത് എണ്ണമാണ്. പിങ്കി ഇങ്ങനെ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് കരയുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഈ വീടിന് പുറത്തേക്ക് നീ ഒരു സ്റ്റെപ്പ് വെച്ചാ പിന്നെ അതോടെ തീർന്നു. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും എന്ന് ഗൗതം നന്ദയോട് പറയുമ്പോൾ നന്ദയ്ക്കതൊന്നും ഒരു കൂസലുമല്ല. ഗൗതം എന്ന് പറഞ്ഞ് അമ്മ വിളിച്ചപ്പോൾ ആരും ഇതിൽ ഇടപെടണ്ടായി എന്നായി ഗൗതം. അപ്പോൾ നന്ദയ്ക്കത് സമ്മതമാണ്. നന്ദ ഗുഡ് ബൈയും പറഞ്ഞു ഗൗതത്തിനോട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ആ ബന്ധം ഞാൻ മുറിച്ചു കഴിഞ്ഞു എന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു. നിങ്ങൾ ഇവൾക്കൊപ്പം വന്ന ആദ്യ നിമിഷം തന്നെ എന്ന് നന്ദ ഗൗതത്തിനോട് പറയാം. അങ്ങനെ അതും പറഞ്ഞു അവരങ്ങ് പോയിട്ടോ. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇനി എന്നെ തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നും തടയരുതെന്നും പറഞ്ഞു. അപ്പോൾ ഗൗതം പറഞ്ഞില്ല, തടയല്ല എന്ന് പറഞ്ഞു. അപ്പം നന്ദ ഗുഡ് ബൈയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. ഇടയ്ക്ക് ആരൊക്കെ കയറിയോ എല്ലാവരെയും ഗൗതം അങ്ങ് തടഞ്ഞു. അവസാനമായിട്ട് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് നന്ദ അങ്ങ് ഇറങ്ങുമ്പോഴേക്കും പിറകിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നന്ദയ്ക്ക്. പക്ഷേ നന്ദയുടെ ബാഗ് ഗൗതം പുറകിൽ നിന്ന് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ ബാഗും കൂടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നന്ദയെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഗൗതം വാതിൽ കൊട്ടി അടച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും കുഞ്ഞു ഭയങ്കര കരച്ചിൽ പുറത്തുനിന്ന്. കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ എല്ലാവരും ഉള്ളു പിടയ്ക്കുക കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടെ. കരയുന്ന കുഞ്ഞുമായിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകുക. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പിങ്കി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ഈ സമയത്ത് പിന്നെ ഗൗതത്തെ ഇരുത്തി സംസാരിക്കുകയാണ് അരുന്ധതി. ഗൗതം മോനെ, നീ നിൻ്റെയും പിന്നെ നന്ദയുടെയും വാശിയെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുമ്പോൾ ഗൗതം വലിയ ഷോ ഓഫ് കാണിക്കുക. ഈ തീരുമാനം എത്ര വലിയ സങ്കടമാണ് ഞങ്ങൾക്ക് തരുന്നതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ അത് ആലോചിച്ചിട്ടില്ല, ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ തന്നെ ഇത് പറയണം. വല്യമ്മയോർത്ത് വേണ്ടി മാത്രമാണ് ഞാൻ പിങ്കിയെ പുറത്തിറക്കിയതെന്നുള്ള കാര്യം ഗൗതം അന്നേരം പറയാം. വല്യമ്മ ജയിലിൽ പോകാതിരിക്കാനാണെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ മോഹിനിയൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. മോനെ, അതിന് ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു ലക്ഷ്മി. സരോഗസിക്ക് പിങ്കിയുടെ കൂട്ടു പങ്കാളി വല്യമ്മയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞ് ഇവരെല്ലാവരും സത്യം പറഞ്ഞു. അപ്പോൾ പിങ്കിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയില്ലായിരുന്നു, തനിക്ക് അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുന്ധതിയെ തന്നെ ഇരുന്ന് ന്യായീകരിക്കുക. അപ്പോൾ എൻ്റെ നന്ദമോളെ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ട് ചങ്ക് പൊട്ടിയാൻ നിന്നത്, ചങ്ക് പൊട്ടി എൻ്റെ മോളെ ഇറങ്ങിപ്പോയത്. എന്നിട്ട് അങ്ങനെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പെണ്ണിൻ്റെ പക്ഷത്താ കോടതിയും നിയമവും ഒക്കെ. എൻ്റെ മോന് വേണ്ടി ഞാൻ എത്ര കാലം കാത്തിരുന്നതാ, പ്രാർത്ഥിച്ചതും വഴിപാട് കഴിച്ചതുമാണെന്ന് ചോദിച്ചു. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് ഗൗതം. എന്നിട്ട് നന്ദ ഒരു കടലാസ് എഴുതി കൊടുത്തപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ അതെല്ലാം നടപ്പിലായില്ലേ എന്ന് ഗൗതം ചോദിക്കുക. അപ്പോൾ പെണ്ണിൻ്റെ വാക്കിനെ വിലയുള്ളതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പോൾ അവൾ പോകുന്നതിന് നീ അനുവദിച്ചിരുന്നെങ്കിൽ അവൾ പോകാതിരുന്നേനെ, നിനക്ക് തടയാമായിരുന്നില്ലേ മോനെന്ന് ചോദിച്ചപ്പോൾ എന്തിനാ അമ്മയെന്ന് ഗൗതം ചോദിക്കുക. എനിക്ക് വിലയില്ലാത്ത, എൻ്റെ സ്നേഹത്തിന് വിലയില്ലാത്ത ഒരാളെ തടയാൻ ശ്രമിച്ചിട്ട് എന്താ അമ്മയെ കാര്യമെന്ന് ഗൗതം ചോദിക്കുക.
ഒരു ഉരുൾപൊട്ടലിനെ കൈകൊണ്ട് തടയാൻ ശ്രമിക്കുന്നത് പോലെയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദയുടെ കാര്യം പറഞ്ഞിങ്ങനെ സംസാരിക്കാം. അഹങ്കാരം പിടിച്ച ജന്തു, ധിക്കാരം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ മുഖത്തു എന്നൊക്കെ പറഞ്ഞ് നന്ദയെ കുറ്റം പറയാം. ഗൗതം കൈവീശി ഒന്ന് കൊടുത്താൽ എന്തെന്നായിരുന്നു എനിക്കെന്നും പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നന്നായി ഇനിന്ന് മോഹിനി. രണ്ടും കൽപ്പിച്ച് നിന്നയാൾക്കേ എന്താ നോക്കാനുള്ളത്. അപ്പോൾ പടിക്ക് പുറത്തായി കഴിഞ്ഞപ്പം നന്ദയ്ക്കില്ലാത്ത കുറ്റവും കുറവും ഇല്ല. നന്ദയുടെ ഗൗതത്തിൻ്റെ തൊപ്പി തെറിപ്പിക്കുന്നില്ല അവൾ പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് ഇവളുമാരെല്ലാവരും കൂടെ ചേർന്ന്, അതായത് അരുന്ധതിയും മോഹിനിയും കൂടെ ചേർന്ന് ഗൗതത്തിൻ്റെ മനസ്സിൽ വിഷം വീണ്ടും വീണ്ടും കുത്തി നിറയ്ക്കുക. ലക്ഷ്മി ഇതൊക്കെ കണ്ട് തല ഇതായിട്ട് ഇരിക്കുമ്പോൾ നന്ദ ഇനി വരുമോ എന്ന് അരുന്ധതി. വരുമോ? എനിക്ക് തോന്നുന്നില്ല അവൾ വരുമെന്ന്. അതും പറഞ്ഞ് മോഹിനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു, അരുന്ധതി അവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.